പ്രാക്കുഴം മുതൽ വ്രതമെടുത്തു നിൽക്കുന്ന 12-അംഗ സംഘമാണ് പടുവിലായി കിള്ളിയോട്ട് തറവാട്ടിൽ നിന്ന് കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിനാവശ്യമായ എള്ളെണ്ണ കൊണ്ടുപോകുന്നത്. കെ സദാനന്ദൻ കാരണവരുടെ നേതൃത്വത്തിലുള്ള സംഘം 500 ലിറ്ററോളം എള്ളെണ്ണയുമായാണ് കൊട്ടിയൂരിലേക്ക് യാത്ര തിരിച്ചത്. തറവാടിനോട് ചേർന്ന് പ്രത്യേക ചക്കാല സ്ഥാപിച്ചാണ് എള്ളെണ്ണ ആട്ടിയെടുക്കുന്നതും. പ്രത്യേക ചെമ്പുകുമ്പത്തിലും 2 വാഹനങ്ങളിലുമായാണ് എള്ളെണ്ണ കൊട്ടിയൂരിൽ എത്തിക്കുക. ചെമ്പുകുമ്പം തലയിലേറ്റി ഗുരുസ്ഥാനത്ത് നിന്ന് ഓങ്കാരം മുഴക്കിയ ശേഷം കാൽനടയായാണ് യാത്ര. ആറളം പോതിയോടം ക്ഷേത്രത്തിൽ എത്തുന്ന സംഘം അവിടെ തങ്ങിയ ശേഷം മണത്തണയിൽ എത്തിച്ചേരും. ശനിയാഴ്ച കൊട്ടിയൂരിൽ നടക്കുന്ന നീരെഴുന്നള്ളത്തിന് മുൻപായി സംഘം കൊട്ടിയൂരിലെത്തും. കൊട്ടിയൂർ ക്ഷേത്ര ഊരാളന്മാർ അടിയന്തര യോഗം ചേർന്ന് എള്ളെണ്ണ സ്വീകരിച്ച ശേഷമേ സംഘം തിരിച്ചു വരികയുള്ളൂ. കിള്ളിയോട്ട് സദാനന്ദന് പുറമെ തറവാട് ട്രസ്റ്റ് ഭാരവാഹികളായ അഡ്വക്കേറ്റ് രാജേഷ്, അനിൽകുമാർ, ജനാർദ്ദനൻ അന്തിതിരിയൻ, പുരുഷു കോമരം എന്നിവരും സംഘത്തിലുണ്ട്. 1 മാസക്കാലം നീണ്ടു നിൽക്കുന്ന കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് പടുവിലായി കിള്ളിയോട്ട് തറവാട്ടിൽ നിന്നും എത്തിക്കുന്ന എണ്ണയാണ് ഉപയോഗിക്കുക.